അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് അല്ലേ? നമ്മൾ കേട്ട് യൂട്യൂബിലെല്ലാം കേട്ട് ഒരു തഴപ്പിച്ചൊരു പാട്ട്. പക്ഷെ ആ ഒരു സ്നേഹം നമ്മളെ ചെറുപ്പത്തിലേ നമ്മൾ അറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെല്ലാവരെക്കാട്ടിയും എല്ലാത്തിനേക്കാട്ടിയും സ്വന്തം ശരീരത്തിനേക്കാളും സ്നേഹിക്കാത്തിടത്തോളം ഒരാൾ മുഅ്മിനാവൂല. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ സ്നേഹിച്ചത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താ കാര്യം? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കാര്യമില്ല. മറിച്ച് നമുക്കാണ് അതിൻ്റെ ഇഹലോകത്തും പരലോകത്തുള്ള ഫലം. ഉദാഹരണത്തിന് ഒരു ഉസ്താദ് പറഞ്ഞ പോലെ, നമ്മൾ വലിയൊരു കുഴിയിലേക്ക്, ഒരു കൊക്കയിലേക്ക് വീഴാൻ പോകുന്ന സമയത്ത് ഒരു മരക്കൊമ്പ് പിടിച്ചിട്ട് നമ്മളിങ്ങനെ നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന സമയം, ആ മരക്കൊമ്പ് പൊട്ടുന്നൊരു ശബ്ദം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് എത്ര വെപ്രാളം വരും, എത്ര ദുആ വരും. അത് തന്നെയാണ് സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. അതിനേക്കാൾ അപ്പുറമാണ്. നാളെ നരകത്തിൽ വീഴാതിരിക്കാനും നമ്മുടെ ശരീരം ഇഹലോകത്തും പരലോകത്തും ഈമാനും എല്ലാം രക്ഷപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുള്ള സ്നേഹമാണ് അത്. അല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കാര്യമില്ല. ഉദാഹരണത്തിന് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിലെ റേഞ്ച് പോലെയാണ്. ഒരാൾ ഉറങ്ങിയെഴുന്നേറ്റ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ചൊല്ലുക, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന എന്നുള്ളത് ചൊല്ലി ആ മനുഷ്യന് കുറച്ച് നേരം അടിയിരുന്ന് പിന്നെ ചൊല്ലൽ സുന്നത്തായ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സ്വലാത്തെല്ലാം ചൊല്ലി ആ മനുഷ്യൻ എഴുന്നേറ്റ് പോകുമ്പോൾ, ഇന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത് ഒരു ആൾ 4 മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉറങ്ങിയ ഒരു മനുഷ്യൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അദ്ദേഹത്തിന് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുന്നേ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ അള്ളാഹ്ക്ക് ശുക്ർ പറയണം, ഈ ദിക്റുകൾ ചൊല്ലണം, എന്നിട്ട് എഴുന്നേറ്റ് പോകാവൂന്ന്. അറ്റാക്ക് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അപ്പോൾ അവിടെ നമ്മൾ അറ്റാക്ക് വരുമോ ഇല്ലേ എന്നുള്ളതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അങ്ങനെയാണത് നിലനിർത്തേണ്ടത്. പിന്നെ അവൻ പോകുന്നത് ബാത്റൂമിലേക്കാണെങ്കിൽ ബാത്റൂമിലേക്ക് പോകുന്നത് ഇടത് കാല് വെച്ചിട്ടായിരിക്കണം, ഇറങ്ങി വരുന്നത് വലത് കാല് വെച്ചിട്ടായിരിക്കണം. എങ്ങനെ ഇരിക്കണം. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം, കയറി വരുമ്പോൾ എന്ത് ചൊല്ലണം, വാഹനത്തിൽ പോകുമ്പോൾ എന്ത് ചൊല്ലണം, ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചൊല്ലണം, കഴിഞ്ഞാൽ എന്ത് ചൊല്ലണം, ഇനി ബിസ്മി മറന്നുപോയാൽ എന്ത് ചൊല്ലണം, ഇങ്ങനെ എല്ലാം പഠിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ എന്ത് ചൊല്ലണം, എന്ത് ചെയ്യണം, പള്ളിയിലേക്ക് പോകണം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്ത് നമ്മുടെ ജീവിതം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അലിഞ്ഞു ചേർന്ന് ലയിച്ച് ആ സ്നേഹം കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്നേക്കാൾ സ്വന്തം ശരീരത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന് പറയുന്നത് അർത്ഥവത്താകുന്നത്. നമ്മളിപ്പോൾ മദ്രസ തുറന്നു. ഇന്നലെ മദ്രസയിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ സ്കൂളിൽ നിന്ന് പറയുകയാണ്, പിന്നെ പാൻറ്റ് ഇന്നതിടണം, അല്ലെങ്കിൽ യൂണിഫോം ഇന്നതിടണം, ഇന്ന ദിവസം വരണം, മുടി ഇങ്ങനെ വെട്ടണം എന്നൊക്കെ പറഞ്ഞാൽ കോമാളി വേഷം വരെ കെട്ടാൻ നമ്മൾ തയ്യാറായിരിക്കും. എത്രയോ ആൾക്കാർ ക്രിസ്മസ് മറ്റേ മറിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് വേഷം കെട്ടി കൊടുക്കുന്നവരുണ്ട്. ഈമാൻ തെറിച്ചു പോകുന്നത് അവർക്ക് പ്രശ്നമല്ല, സ്കൂളാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, മദ്രസയിൽ നിന്ന് കുട്ടികളുടെ മുടി മുറിക്കലിനെ പറ്റിയും വസ്ത്രത്തിനെ പറ്റിയും പറയുമ്പോൾ അതനുസരിക്കുന്ന, അതൊരു വില എടുക്കുന്ന എത്ര ആളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. അപ്പോൾ മുടി മുറിക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വളർത്തിയിട്ടുണ്ട്, അങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇങ്ങനെ ആ വളർത്തിയിട്ടുണ്ടെന്നുള്ളത് അല്ല നമ്മൾ നോക്കേണ്ടത്. വളർത്തിയിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുന്ന മഹാന്മാർ തന്നെ അങ്ങനെ ആക്കുന്നുണ്ടാകും. മഹാന്മാരെ മുഖത്ത് നോക്കാൻ എത്ര ഐശ്വര്യമുണ്ട്. അവരെ താടി ഒപ്പിച്ച് ആ ഒരു നല്ല ഒരു ഇസ്സത്തിന് മെഷീന് വെച്ചിട്ടുള്ള മുടി മുറിക്കൽ എന്ന് പറഞ്ഞാൽ 3 2 നമ്പർ വെച്ചിട്ട് മുറിക്കുക. ഈ മുടി മുറിച്ചിട്ടില്ലെങ്കിൽ ഈ വലിയ മുടിയാക്കുമ്പോൾ ഈ മുടിൻ്റെ വേരിന് താങ്ങാൻ പറ്റാത്ത തിരയാകുമ്പോൾ മുടി കൊഴിഞ്ഞു പോയിട്ട് അവസാനം കഷണ്ടിയാവും. ഓൻ്റെ മുടി കണ്ടിട്ട് ഏതെങ്കിലും പെണ്ണോനെ പ്രേമിച്ചില്ലെങ്കിൽ കഷണ്ടിയാകുമ്പോൾ ഓണിയിട്ടിറങ്ങും. അങ്ങനെ അത് ദുനിയവിയായ കുറേ കേടുകൾ അതിനുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചര്യ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വളർത്തിയിട്ടുണ്ട്, പക്ഷെ അതിന് വെയ്ത്തെണ്ണ തേച്ചിട്ട് നല്ലോണം പിടിപ്പിച്ചിട്ട് ഈ വസ്ത്രത്തിന് പറ്റുന്നതിന് ഇവിടെ ഒരു തുണി വെച്ചിട്ട് എന്നൊക്കെ പറയുന്നത് കേട്ടണം. നമുക്കത് പറ്റൂലല്ലോ. ഒരിക്കൽ എണ്ണ തേച്ചിട്ട് നമുക്ക് ആ മുടി നീട്ടാൻ പറ്റുമോ? എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടുന്നു? സുന്നത്ത്
മുട്ടയടിക്കലോ അല്ലെങ്കിൽ കുറക്കലോ എല്ലാം ആണെങ്കിൽ പിന്നെ അത് ചെയ്യുന്നതല്ലേ അല്ല നമ്മളെ കാണിച്ചേർന്ന പണ്ഡിതന്മാർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മുടി വളർത്തിയത് കൊണ്ട് കാഫിറൊന്നും ആവില്ലല്ലോ. അതുകൊണ്ട് മുടി വളർത്തിയത് കൊണ്ട് കാഫിറാവില്ല. ഒരാൾ കക്കൂസിലേക്ക് കയറുമ്പോൾ അടുത്ത് വെച്ച് കാല് വെച്ചിട്ടില്ലെങ്കിലും കാഫിറാവില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിലും കാഫിറാവില്ല. നിസ്കരിക്കാണ്ട് നടന്നാലും കാഫിറാവില്ല. പക്ഷേ നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ നമുക്ക് ആഖിറം രക്ഷപ്പെടണമെന്നുള്ള ചിന്ത വരുമ്പോൾ മദ്രസയിലേക്ക് എന്തിനാണ് നമ്മളെ കുട്ടികളെ പറഞ്ഞു വിടുന്നു? എന്നിട്ട് പറയും മദ്രസയിൽ പഠിച്ച കുട്ടികൾ തന്നെ കഞ്ചാവ് വെക്കുന്നത്. എന്തുകൊണ്ടാണ് മദ്രസ എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ടൂറിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഓരോ കാഴ്ചകൾ കാണുക എന്നല്ലാണ്ട് ആ കാഴ്ച കണ്ട് നമ്മളെ ഫോണിൽ പകർത്തി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് ഞാൻ അവിടെ പോയി എന്ന് തെളിയിക്കുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറം ആ ടൂർ കൊണ്ട് നമ്മളൊന്നും ഉദ്ദേശിക്കുന്നില്ല. നേരെ മറിച്ച് മദ്രസ പഠനം എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഖബറിലേക്കുള്ള അമലുകൾ, ഖബറിലേക്ക് ബാക്കിയാക്കി വരേണ്ട സംഗതികൾ. കാരണം ഖബർ എന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ളൊരു വാഹനമാണ്. പിന്നെ ആഖിറം എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്ത ലോകമാണ്. അവിടത്തേക്ക് ഏതെങ്കിലും ഒരു രൂപത്തിൽ എൻ്റെ ഉപ്പ പറയലുണ്ട്, നമ്മൾ ഒരു ഈ കൊട്ട നമ്മളെ കയ്യിലുണ്ടെന്ന് കരുതണം എപ്പോഴും. അതിൽ പിന്നെ നന്മകളിങ്ങനെ വാരി ഇട്ടുകൊണ്ടേയിരിക്കണം. എന്ന് പറഞ്ഞാൽ വഴിയിലൊരു മുള്ളുണ്ടെങ്കിൽ ആ മുള്ളെടുത്ത് കളയുക, കല്ലുണ്ടെങ്കിൽ കല്ലെടുത്ത് കളയുക. അങ്ങനെ ദിക്ർ ചൊല്ലിയിട്ടോ ഇതാക്കിയിട്ടോ മാത്രമല്ല, നിസ്കരിച്ചിട്ട് മാത്രമല്ല, ചെറുത് മുതൽ വലുത് വരെ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം. അതായിരിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത്. ഇന്ന് പണ്ഡിതന്മാർക്ക്, നമ്മൾ ഉസ്താദുമാർക്ക്, ഞാൻ 3-4 ഉസ്താദുമാരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നമുക്ക് പേടിയാണ്. കുട്ടികളോട് മുടിമുറിക്കലിനെ പറ്റിയിട്ട് 1-2 പ്രാവശ്യം ഉണർത്തുക എന്നല്ലാതെ പറയാൻ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് രക്ഷിതാക്കളോട് പോയിട്ട് അവർ പറയലോടെ അവർ വടിയെടുത്തിട്ട് വരും. ഇതെന്താണ് പറയുന്നത്? നിൻ്റെ ഖബർ രക്ഷപ്പെടാൻ, നിൻ്റെ മോൻ്റെ ഖബർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് പറയുന്നത്. അത് മുടിമ്മലിൽ തുടങ്ങി കഞ്ചാവുമ്മലും മറ്റേതിൻ്റെ മുകളും അവസാനിക്കേണ്ടെന്ന് വെച്ചിട്ട് എത്ര രസമുണ്ട് നമ്മളെ മക്കൾ മുടിയൊക്കെ മുറിച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഉസ്താദിനെ തല്ലാൻ വേണ്ടിയിട്ടും ചീത്ത പറയാൻ വേണ്ടിയിട്ടും നിങ്ങൾ അച്ഛൻ ചമയേണ്ട ഉപ്പ ചമയേണ്ട എന്ന് പറയാനും, അതുപോലെ തന്നെ അത് കേട്ട് കഴിഞ്ഞാൽ മുടിമുറിക്കാൻ പറഞ്ഞതായിരിക്കും ഉസ്താദ്, പക്ഷേ വരുന്നത് എന്തായിരിക്കും ന്യൂസിൽ? പീഡനം, മുയിലാർ അറസ്റ്റ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മളെ ആൾക്കാർ തന്നെ ഇന്നിപ്പോൾ പിന്നെ നടേശന നമ്മളെ മലപ്പുറത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം യൂട്യൂബർ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു ആലിമിനെതിരാണെങ്കിൽ ഗ്രൂപ്പ് ഏതാന്ന് നോക്കും, ഓൻ ഏതാന്ന് നോക്കിയിട്ട് തങ്ങന്മാരാണോ ഒന്നും നോക്കൂല. പറഞ്ഞത് മുസ്ലിയാരും നമ്മളെ ഗ്രൂപ്പിൽ പെടാത്തയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ജല്ല ജലാലും എന്തൊക്കെ കയറി മറിയലായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഇരുമ്പിൻ്റെ മെഴുണ്ടല്ലോ അല്ലെങ്കിൽ വെട്ടുകത്തി, അതിന് മരത്തിൻ്റെ പിടിവെക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മുറിക്കാൻ ഇതാക്കാനൊന്നും കഴിയില്ല. എന്ന് പറഞ്ഞ പോലെ മുസ്ലിമിനെ കൊണ്ട് തന്നെ ഇസ്ലാം മതം തകർക്കുക എന്ന് ഇന്ന് ഈ നമ്മുടെ ശത്രുക്കൾ, ഇസ്രായേൽ പോലെ ആയാലും മറ്റുള്ളതായാലും നമ്മുടെ ശത്രുക്കൾ കണ്ടുവെച്ച ഒരു ഐഡിയ എന്നത് മുസ്ലിമിനെ കൊണ്ട് തന്നെ മുസ്ലിമിനെ തകർക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ തഖവയില്ലാത്തവരെ പിടിക്കും. ഈ തഖവ വരുന്നത് ഈ മുടിമുറിക്കലും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് തഖവ വളർന്നു വരേണ്ടത്. അതുകൊണ്ട് ഇതിനെ വലിയ ഗൗരവത്തിൽ തന്നെ കാണുക. നമ്മുടെ മക്കളെ നമ്മളെ മുസ്ലിമിൻ്റെ ഇസ്സത്തിലും മുസ്ലിമിൻ്റെ വേഷത്തിലും നടക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അതിന് മുടി വെട്ടുകയാണ് വേണമെങ്കിൽ ബാർബർ ഷോപ്പിലെ വ്യക്തിനോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ കുട്ടികൾ ഇങ്ങോട്ട് വരില്ല. ഉസ്താദുമാർ നമ്മളോട് വന്നിട്ട് പറയും ഇങ്ങനെ വെട്ടണം. നമ്മളെന്ത് ചെയ്യും? പൈസയും തന്നിട്ട് കുട്ടികൾ വന്നിട്ട് അവരോട് പറയുമ്പോൾ അവർ പറയും പറ്റൂല, ഇങ്ങനെ വെട്ടണം, പിന്നെ അവരിങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. അയാളെ റിസ്ക് അല്ലേ, അയാൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഉസ്താദുമാർ പറയുന്നത് ഇങ്ങനെയും. അതുകൊണ്ട് ദീനിയായ കാര്യത്തിന് എൻ്റെ മകനെ ഉസ്താദ് തല്ലിയാലും എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്ന് കുട്ടിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ഉസ്താദിനോട് പറയണം. എന്നിട്ട് നമ്മുടെ ഉസ്താദുമാർ എന്ന് പറയുന്നത് നമ്മുടെ ദീനിൻ്റെ പട്ടാളക്കാരാണ്. ദീനിനും ഇസ്ലാമിൻ്റെ വിധിവിലക്കിനും വല്ലതും സംഭവിക്കുന്നതിന് കാവൽ നിൽക്കുന്നവരാണവർ. അതുകൊണ്ട് അവർക്ക് നമ്മൾ പ്രോത്സാഹനം നൽകണം. അവർ പിരിവിനും സംഭാവനയൊക്കെ വരുമ്പോൾ ഇല്ലെങ്കിൽ നല്ല വാക്ക് പറയണം. കാരണം നമ്മളെ കൊണ്ടങ്ങാനും അവരുടെ മനസ്സ് മുഷിഞ്ഞിട്ട് പിരിവിനിറങ്ങാതായാൽ മദ്രസകളും നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം ഉണങ്ങിപ്പോകും. അപ്പം നാളെ നമ്മുടെ ദീന് പറയാൻ, നമ്മുടെ മരണശേഷം നമ്മുടെ മക്കൾക്ക് പഠിക്കാനും മക്കളെ മക്കൾക്ക് പഠിക്കാനും ഇവിടെ ഇൽമും ദീനും ഇല്ലാണ്ടായിപ്പോവും. അതിന് നമ്മൾ കാരണക്കാരാകരുത്. അതുകൊണ്ട് ഓരോ ചുവട് വെക്കും വളരെ സൂക്ഷിച്ചിട്ടായിരിക്കണം എന്ന് മാത്രം ഓർമ്മിച്ച് നല്ലതിന് വേണ്ടി എല്ലാവർക്കും പരസ്പരം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.